ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ട. ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയിലെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ എടുത്ത കാര്യങ്ങളായിരുന്നു ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ ഉരുളക്കിഴങ്ങും അതുപോലെ മുട്ടയും വെച്ചിട്ട് മാത്രം ഇന്നത് അങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാക്കാൻ തിരിച്ചു കേട്ടോ. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ആദ്യത്തെ ടാസ്ക് എന്താ വെച്ചാൽ ഇതുപോലെ സ്ലൈസ് ആക്കി ഉരുളക്കിഴങ്ങ് അങ്ങ് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാക്സിമം കനം കുറഞ്ഞ് നീളത്തിൽ അതങ്ങ് മുറിച്ചെടുക്കണം. രണ്ട് ഉരുളക്കിഴങ്ങും നമ്മളിവിടെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 പൊട്ടറ്റോസ് എടുത്തതുകൊണ്ട് 2 മുട്ട കൂടി നമ്മളിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ നേരെ പകുതിയായാലും മതി. ഒരൊറ്റ ഉരുളക്കിഴങ്ങും ഒരു മുട്ടയുണ്ടെങ്കിലും ഈ ഡിഷ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 മുട്ടയും കംപ്ലീറ്റ് ഇവിടെ പൊട്ടിച്ച് ഒഴിക്കുക. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികമായിട്ട് വേണം, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ബുൾസൈ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഹെൽത്തി ആക്കാൻ കുറച്ചുകൂടെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റും അതുപോലെ ബീറ്റ്റൂട്ടും ഒക്കെ ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും നല്ലൊരു വെറൈറ്റി ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആവും കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഫ്ലെയിം ലോ ആണോ എന്ന് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ 2 സൈഡും നമുക്ക് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 1 സൈഡ് ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധയോടുകൂടി അത് മറച്ചിട്ടിട്ട് നമുക്ക് 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം അങ്ങോട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടാതെ നമുക്ക് ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കയ്യിൽ അങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചിടാൻ വേണ്ടി നോക്കാം കേട്ടോ. ശ്രദ്ധയോടെ ചെയ്യണം, അല്ലെങ്കിൽ എന്തായാലും പൊട്ടിപ്പോകും കേട്ടോ. കുറച്ച് പേടിയോടെയാണെങ്കിലും നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടങ്ങ് മറച്ചിട്ടിട്ടുണ്ട്. ഇനി ആ സൈഡും ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെന്ത് വരണം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പം വെന്ത് കിട്ടും എന്നുള്ളതായിരുന്നു കേട്ടോ ഫുൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ല, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡിഷ്, അതായത് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. ഒരു സോസ്, ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കോമ്പിനേഷനായിട്ട് എടുക്കുമ്പോൾ. അപ്പം എന്തായാലും കുട്ടികൾക്കായാലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടി നമുക്ക് ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.